പ്രിയമുള്ളവരെ, വചനജ്വാല 1411 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 12 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ 23 അധ്യായം 19 മുതൽ 35 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്ത് പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്ത് വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും. ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവം കേൾക്കുക, എന്റെ മാർഗം അനുവർത്തിക്കുക. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സൈരണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരെ പോലെ പതിയിരിക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നു. അതുപോലെ അത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഇനിയും ഞാൻ കുടിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ദമ്പതികളായ ലൂയി മാർട്ടിനെയും സ്വേലിഗരിനെയും അനുസ്മരിക്കുന്ന സുദിനമാണ്. സൈനിക കുടുംബങ്ങളിൽ ജനിച്ച വൈദിക സന്യാസ ദൈവവിളികൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹ ജീവിതം നയിച്ച് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായ കൊച്ചുത്രേസ്യ ഉൾപ്പെടെ 9 മക്കൾക്ക് ജന്മം നൽകി വളർത്തി വിശുദ്ധരായി തീർന്ന ദമ്പതികളാണ് ലൂയി മാർട്ടിനും സ്വേലിഗിരിനും. 2 പേരും ദൈവവിളി സ്വീകരിച്ച് ജീവിതം ആരംഭിച്ച് സന്യാസമല്ല ജീവിത വിളി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവഹിതം ജീവിതം നയിച്ചവരാണ് ഇരുവരും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കൃതികളിൽ തന്റെ മാതാപിതാക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്.
46 വയസ്സിൽ സേലീഗുര്യനും 71 വയസ്സിൽ ലൂയി മാർട്ടിനും നിത്യസമ്മാനത്തിന് യാത്രയായി. മാതാപിതാക്കളുടെ വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധിയിലേക്ക് വളർത്തിയത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ ആഗോള സഭയിൽ വിശുദ്ധ ജോൺ ഗാൽബർട്ടിനെയും അനുസ്മരിക്കുന്നു. ഇറ്റലിയിൽ ജനനം, കുലീനരും ധനികരുമായ മാതാപിതാക്കൾ യൗവനത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ സമ്മിക്കായി അഭ്യസിച്ചു എങ്കിലും ലോക മായകളിൽ മുഴുകി ഈ സമയം ഏക സഹോദരനെ ഒരു നാട്ടുകാരൻ വധിച്ചു. പ്രതികാരം ചെയ്യാൻ ജോൺ തീരുമാനിച്ചു. അടുത്ത കൊല്ലം ദുഃഖ വെള്ളിയാഴ്ച ഒരു ഇടുങ്ങിയ വഴിയിൽ ഘാതകനെ കണ്ട ഉടനെ വാളൂരി വധിക്കാൻ ശ്രമിച്ചെങ്കിലും ഘാതകൻ ജോണിന്റെ കാൽക്കൽ വീണ് യേശുനാമത്തിൽ മാപ്പപേക്ഷിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന യാതൊന്നും ഞാൻ തിരസ്കരിക്കുകയില്ല. നിന്റെ ജീവിതം മാത്രമല്ല, എൻ്റെ മൈത്രിയും കൂടെ ഞാൻ നിനക്ക് തരുന്നു. ദൈവം എൻ്റെ പാപം ക്ഷമിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നീട് വിശുദ്ധ ബെന്നറ്റിന്റെ ആശ്രമത്തിൽ പോയി കുരിശിന്റെ മുൻപിൽ മുട്ടുകുത്തി. തുടർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. പ്രാർത്ഥനയും ധ്യാനവും മാനസാന്തരം നിലനിർത്തി. തുടർന്ന് ആപത്തായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഏകാന്തവാസത്തിന് വേണ്ടി വലബ്രോസൻ സഭ സ്ഥാപിച്ചു. ആജീവനാന്ത മൗനവും കഠിനമായ ആവൃത്തിയും സഭയുടെ പ്രത്യേകതകളാണ്. 12 ആശ്രമം സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ ഗാൽബർട്ടിന്റെയും വിശുദ്ധ ദമ്പതികളായ ലൂയി മാർട്ടിന്റെയും സ്വേലീഗുരിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.